like tuition. Ready ആണോ എല്ലാവരും? Yes, അടുത്ത ഒരു ആഫ്റ്റർ ക്ലാസ് സെഷന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു. Okay, so ബുക്കും പെന്നൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടിരിക്കണം. So yes, ഇന്ന് ചാപ്റ്റർ നമ്പർ 6 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആഫ്റ്റർ ക്ലാസ് സെഷൻ അല്ലെ, അതുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു 7 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ന് വന്നിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക, ഒരിക്കലും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ പോലും ഈ ഒരു 7 ക്വസ്റ്റ്യൻ ആൻഡ് ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ പാടില്ല. എക്സാമിന്റെ തലേന്നൊക്കെ ഒന്നുകൂടെ ഓടിച്ച് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സോ ബാക്കി 5 ചാപ്റ്ററിന്റെ ആഫ്റ്റർ ക്ലാസ് സെഷൻസ് എവിടെ, നമ്മുടെ ഈ ചാനലിലും നമ്മുടെ മെയിൻ ചാനലിലും ഒക്കെ ആയിട്ട് അത് ഓൾറെഡി അപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കാണണം. സോ മിസ് അധികം സമയം കളയുന്നില്ല, മുന്നോട്ട് പോവാണ്. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 1. Okay, so എന്താണ് question number 1? A heavy and a light body have the same kinetic energy എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ. Which one has greater momentum? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സെറ്റ് ആണോ? സോ ഹെവി ബോഡി ആൻഡ് എ ലൈറ്റ് ബോഡി രണ്ടിനും സെയിം കൈനറ്റിക് എനർജി ആണ് എന്നുള്ള കണ്ടീഷൻ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൽ പിടിച്ച് നമ്മൾ തുടങ്ങും അല്ലെ. സോ വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ മൊമെന്റം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. കൈനറ്റിക് എനർജിനെ E എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു കേട്ടോ മിസ്, വിച്ച് ഇസ് ഈക്വൽ ടു L²/2m. അത് നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. കൈനറ്റിക് എനർജിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, സോ P²/2m എന്നും പറയും ഇൻ ലീനിയർ കേസ് ആൻഡ് വി ആർ ഡീലിംഗ് വിത്ത് റൊട്ടേഷണൽ മോഷൻ. സോ പിക്ക് പകരം L എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. നമുക്കറിയാം ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് angular momentum and it is denoted by the letter L. അതുകൊണ്ടാണ് EK is equal to L²/2m എന്ന് നമ്മൾ എഴുതുന്നത്. സെറ്റ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഫോർ എ ഹെവി ബോഡി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, LH²/2mh എന്ന് ഡിനോട്ട് ചെയ്തു കേട്ടോ. സോ ഒരു ഹെവി ബോഡിയുടെ കേസ് ആയപ്പോൾ നമ്മൾ ലൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട് എല്ലിന് H എന്നൊരു സഫിക്സ് കൊടുക്കുന്നു, മാസിനും H എന്നൊരു സഫിക്സ് കൊടുക്കുന്നു. വൈ? ഇറ്റ്സ് ദ ഇക്വേഷൻ ഫോർ എ ഹെവി ബോഡി അല്ലെ. സോ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ അതിന്റെ സ്വന്തം ആംഗുലർ മൊമെന്റം എന്നുള്ള പോലെ LH എന്നും മാസിന് MH എന്നും ഒരു ഡിനോട്ടേഷൻ കൊടുക്കുകയാണ്. ഇനി ഫോർ എ ലൈറ്റ് ബോഡി, ഓക്കെ, ഫോർ എ ലൈറ്റ് ബോഡി അതിനിടയിൽ ജിഗ്നേഷിന്റെ ഹലോ മിസ് കാണുന്നുണ്ട്. ഹലോ ജിഗ്നേഷ്, ആസ് യൂഷ്വൽ യു ആർ ഹിയർ. ഓക്കെ, സോ ഫോർ എ ലൈറ്റ് ബോഡി L²/2ml എന്നും മിസ് ഡിനോട്ട് ചെയ്തു. ഫോർ എ ലൈറ്റ് ബോഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് L ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതെന്താ കൈനറ്റിക് എനർജിയുടെ ഡയറക്റ്റ് ഇക്വേഷൻ ആണ് കേട്ടോ. യെസ്, പിന്നെ എന്ത് എഴുതുന്നു നമ്മള്, നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ, കൈനറ്റിക് എനർജി രണ്ടും ഈക്വൽ ആണ്. ഹെവിയർ ബോഡിയുടെ ആവട്ടെ ലൈറ്റർ ബോഡിയുടെ ആയിക്കോട്ടെ രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ മക്കളെ. ഹെവിയർ ബോഡി ആവട്ടെ ലൈറ്റർ ബോഡി ആവട്ടെ രണ്ടിന്റെയും കൈനറ്റിക് എനർജി സെയിം ആണ് തന്നിട്ടുണ്ട്. സോ നമ്മുടെ രണ്ട് ഇക്വേഷൻ കൂടി ഇക്വേറ്റ് ചെയ്യണം. LH²/2mh is equal to LL²/2ml. സോ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഇക്വേഷനിലും വന്നിട്ടുള്ള 2 ഒക്കെ കട്ട് ചെയ്ത് കളയാം. m കട്ട് ചെയ്യരുത്, ഒന്നിന്റെ ഹെവി മാസും ഒന്നിന്റെ ലൈറ്റ് മാസും ആണ് അല്ലെ. അതുപോലെ തന്നെ അപ്പൊ ബാക്കി എന്ത് വരും, നമ്മൾ നമ്മുടെ LL² ഒന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, എല്ലിനെ ഒക്കെ ഒരു സൈഡിലും മാസിനെ ഒക്കെ ഒരു സൈഡിലും ആക്കുന്നു. സോ LH²/LL² is equal to MH/ML എന്ന് നമുക്ക് കിട്ടുന്നു. സോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത്, LH² മാത്രം അവിടെ നിർത്തി കഴിഞ്ഞാൽ LL² എന്ന് പറയുന്ന എക്സ്ട്രാ ടൈം ഇവിടെ വരുന്നു അല്ലെ. സോ നമുക്ക് മനസ്സിലായി ഹെവിയർ ബോഡിയുടെ ആംഗുലർ മൊമെന്റം ആണ് എന്ത് കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലായി. കാരണം MH ആണ് കൂടുതൽ. സോ റൈറ്റ് ഹാൻഡ് സൈഡിനാണ് ഭാരം കൂടുതൽ അല്ലെ. LL² ഒന്ന് അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് മനസ്സിലായി ഒബ്വിയസ്ലി LH² ആണ് ഗ്രേറ്റർ. സോ നമുക്ക് എന്ത് കിട്ടും, ദ ഹെവി ബോഡി ഹാസ് ലാർജ് ആംഗുലർ മൊമെന്റം എന്ന് കിട്ടും. വെരി ഈസി കേട്ടോ, വളരെ ഈസി സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ജസ്റ്റ് a rearrangement കേട്ടോ, അത്രേ ഉള്ളൂ. സോ ഹെവി ബോഡി ഹാസ് ദി ലാർജ് ആംഗുലർ മൊമെന്റം എന്ന് കിട്ടി. ഇത് P എന്ന് എഴുതിയിട്ട് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ, ലീനിയർ മൊമെന്റത്തിന്റെ കേസിൽ എഴുതിയാലും പ്രശ്നമില്ല. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈഡ് അല്ല, ക്വസ്റ്റ്യനിൽ മൊമെന്റം എന്ന് ചോദിച്ചിട്ടുള്ളൂ. ബട്ട് നമ്മുടെ ഈ ചാപ്റ്റർ ആയതുകൊണ്ട് മിസ് L വെച്ച് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ കൈനറ്റിക് എനർജിയുടെ ബേസിക് ഇക്വേഷൻ ആയ L²/2m ഓർ P²/2m അത് ഓർമ്മയുള്ള ഒരു കുട്ടിക്ക് വെരി ഈസി അല്ലേ. ഹലോ മിസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹലോ. ശരി, മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, write the equation connecting torque with force. Okay,
ടോർക്കിനെയും ഫോഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് ടോർക്ക്. അതായത് ലീനിയർ മോഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള ഫോഴ്സ് റൊട്ടേഷണൽ മോഷനിലേക്ക് എത്തിയപ്പോൾ പുതിയൊരു പേരായി ടോർക്ക്, അല്ലെ? സോ നമുക്കറിയാം ഏതിന്റെ കൂടെയും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ കൂടെ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് അതിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണെന്നും മിസ് ക്ലാസ് എടുത്തപ്പോൾ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ടോയിനെയും എഫിനെയും ബന്ധിപ്പിക്കുന്ന റിലേഷൻ ചോദിച്ചാൽ there must be an R, അല്ലെ? അവിടെ ഒരു R എന്തായാലും വേണം. സോ ടോർക്ക് ടോ is equal to R cross F എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. സോ RF cos theta ആണോ RF sin theta ആണോ? R ക്രോസ് വന്നാൽ ക്രോസ് പ്രൊഡക്റ്റ് വന്നാൽ സൈൻ ആണോ കോസ് ആണോ? ഒബ്വിയസ്ലി ഇറ്റ്സ് സൈൻ, അല്ലെ? സോ യെസ് മിസ് കാണിച്ചു തരാം ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ ആണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. അടുത്തതോ derive the relation connecting torque with angular momentum. സോ മനസ്സിലായല്ലോ, ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് റിലേഷൻസ് ആണ് ടോർക്കും ഫോഴ്സും തമ്മിലുള്ള റിലേഷനും അതുപോലെ തന്നെ ടോർക്കും ആംഗുലാർ മൊമെന്റും. അത് ഡിറൈവ് ചെയ്യാൻ എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ ഡിറൈവ് ദ റിലേഷൻ കണക്ടിങ് ടോർക്ക് വിത്ത് ആംഗുലാർ മൊമെന്റ്. അത് ഡിറൈവ് ചെയ്യണമെങ്കിൽ ആദ്യം അത് എന്താണെന്ന് അറിയണ്ടേ, അല്ലെ? സോ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു dl/dt എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ ഉണ്ട്, അല്ലെ? L is the angular momentum. സോ ആംഗുലാർ മൊമെന്റത്തിനെയും ടോർക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ഇതാണെന്ന് അറിയുന്ന ഒരാൾക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മിസ് കാണിച്ചു തരാം കേട്ടോ. സോ മിസ് മുന്നോട്ട് പോകുന്നു. ഫസ്റ്റ് പാർട്ടിന്റെ ഇക്വേഷൻ എന്താ? ടോർക്ക് ടോയിനെയും ഫോഴ്സ് എഫിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷനിൽ ഒരു എക്സ്ട്രാ ആള് വരും, R, അല്ലെ? മിസ് പറഞ്ഞു R വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റൊട്ടേഷണൽ അനലോഗ് കിട്ടും. വെരി ഈസി. എത്ര ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്? 7 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് കൂട്ടാ. ഓക്കെ ഫൈൻ. സോ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു R ക്രോസ് F അഥവാ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു RF sin theta. ക്രോസ് പ്രൊഡക്റ്റ് കണ്ടാൽ sin theta. സോ R into F into sin theta ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ പാർട്ടിന്റെ ഉത്തരം കിട്ടിയല്ലേ. ഇനി എന്താണ് ചെയ്യേണ്ടത്? അടുത്ത പാർട്ട് ഏതാ? ആംഗുലാർ മൊമെന്റം എല്ലിനെയും ടോർക്ക് ടോയിനെയും ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ആയ dl/dt is equal to ടോ അത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, മാത്തമാറ്റിക്സിലെ ചെറിയൊരു പ്രൊഡക്റ്റ് റൂൾ, അല്ലെ മക്കളെ? ചെറിയൊരു പ്രൊഡക്റ്റ് റൂൾ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്താൽ അത് നമുക്ക് കിട്ടും. അതിന് നമുക്ക് എന്തറിഞ്ഞാൽ മതി? മിസ് എപ്പോഴും പറയും ഡെറിവേഷൻസിന്റെ സ്റ്റാർട്ടിങ് മാത്രമേ ഉണ്ടാവും ഫിസിക്സ്, പിന്നെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ് കംപ്ലീറ്റ്ലി, അല്ലെ? സോ യെസ് മിസ് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എല്ലിന്റെ ഇക്വേഷൻ എഴുതാം. L is equal to R cross P എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാ വന്നേ? L is equal to R cross P. You can use small L or capital L. കേട്ടോ, you have to mention, അത്രേ ഉള്ളൂ. സോ L is equal to R cross P. Again ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് ഇല്ലെങ്കിൽ there must be a R, അല്ലെ? R വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ആയിരിക്കും നമുക്ക് അറിയുന്നതാണ്. സോ L is equal to R cross P എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് തന്നെ തുടങ്ങും. സെറ്റ് അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. അവിടെയാണ് മാത്തമാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായി? dl/dt. ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? d/dt കാണുക അഥവാ സമയത്തിനനുസരിച്ചുള്ള ചേഞ്ച് കാണുക, അല്ലെ? നമ്മുടെ d/dt ഒരു ഓപ്പറേഷൻ ആണ്, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. അത് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നു. അത് ബ്രാക്കറ്റിൽ എഴുതുന്ന ആൾ ആരാണോ അതിന്റെ സമയത്തിനനുസരിച്ചുള്ള ചേഞ്ച് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ദ ഫിസിക്കൽ മീനിങ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ഡിഫറൻഷിയേഷൻ, അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? dl/dt. അപ്പുറത്തെ സൈഡ് dl/dt ആയിട്ടോ. അപ്പൊ ആ സൈഡ് സെറ്റ് ആയി. ഇനി ഇപ്പുറത്തെ സൈഡിലോ d/dt ഓഫ് R ക്രോസ് P. ബ്രാക്കറ്റിനുള്ളിൽ ആരാ വന്നേ? R ക്രോസ് P വന്നു. അപ്പൊ ഉണ്ടടാ, അവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ത്? നമ്മുടെ മാത്തമാറ്റിക്സിലെ പ്രൊഡക്റ്റ് റൂൾ. ഓക്കെ, ആ പ്രൊഡക്റ്റ് റൂൾ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കൺസിഡർ ഫസ്റ്റ് വൺ ആസ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ദിസ് ടേം ആസ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, R നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ, P നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ. സോ റൂൾ ഇങ്ങനെയാണ്. ടേക്ക് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ആരാ? P. സോ R into dp/dt. നടുവിൽ ഇടേണ്ടത് ആരെയാ? പ്ലസ്. You have to add. ഇനി take the second function. Okay, second function into second function ആരാ? P, derivative of the first function. കേട്ടോ, rhythmic ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി കേട്ടോ. first function into derivative of the second plus second function into derivative of the first. അതാണ് നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ. കണ്ടോ, uv വെച്ചിട്ട് മിസ് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റ് റൂൾ എഴുതി കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ യുവും വിയുമായ കേസ്. നമ്മുടെ u ആരാ? R ആണ്. V ആരാ? P ആണ്. അത്രയുള്ള വ്യത്യാസം കേട്ടോ. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ അത് അപ്ലൈ ചെയ്തു. R ക്രോസ് dp/dt പ്ലസ് dr/dt into P എന്ന് കിട്ടി. ഓക്കെ,
അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, എന്ത് dp/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെ, അതെന്താ? സോ നമുക്ക് ഇവിടെ മനസ്സിലായി ഫസ്റ്റ് ടൈം r ക്രോസ് f ആയി. എഫ് ആണല്ലേ dp/dt, കറക്റ്റ് അല്ലേ? ഇനി dr/dt ആരാ? സമയത്തിനനുസരിച്ചുള്ള എന്തിലുള്ള ചേഞ്ച്? ആറിൽ. ആർ എന്താ? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെ. സോ അത് വെലോസിറ്റി ആയിട്ട് മാറി. കണ്ടോ നിങ്ങള്? സോ എന്ത് സംഭവിക്കുന്നു? ഈ dp/dt എഫ് ആയിട്ട് മാറി, dr/dt വെലോസിറ്റി ആയിട്ട് മാറി. സോ r ക്രോസ് എഫ് പ്ലസ് v ക്രോസ് പി എന്നായി. അപ്പോഴാണ് എനിക്ക് പിന്നെയും ഒരു ട്രിക്ക് തോന്നുന്നത്. പിയുടെ ഇക്വേഷൻ മൊമെന്റം പി എന്താ? മാസിന്റെ വെലോസിറ്റി. അതും കൂടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. എന്തായാലും v ഉണ്ട്, അപ്പൊ പിയുടെ ടേംസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മൊമെന്റത്തിനെ കൂടെ മാറ്റി എഴുതാം. സോ r ക്രോസ് എഫ് പ്ലസ് v ക്രോസ് എം വി എന്നായി. എങ്ങനെയാ? മൊമെന്റം പി സികളുടെ എം വി അല്ലേ മക്കളെ? അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയ ഡെറിവേഷൻ ആണ് കേട്ടോ. ടോർക്കിനെയും ആംഗുലർ മൊമെന്റത്തിനെയും ബന്ധിപ്പിക്കുന്ന റിലേഷൻ ഡിറൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ തന്നൊരു ഇക്വേഷൻ പ്രൂവ് ചെയ്യുക, ഇതൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ചോദിച്ചാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ഇസ് ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു dl/dt ആണ്. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ ഓൾ സെൻസ് കേട്ടോ. സോ എന്ത് സംഭവിക്കുന്നു? പി സികളുടെ എം വി എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഉണ്ടടാ നമ്മുടെ അവിടെ ഒരു സാധനം പൊന്തി വന്നു. എന്താ? ഒരു വി ക്രോസ് വി കാണുന്നുണ്ടല്ലേ. ഇവിടെ ഈ സെക്കൻഡ് ടേമിൽ നോക്കുമ്പോൾ ഒരു വി ക്രോസ് വി കാണുന്നുണ്ട്. നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റ് ഒരേപോലെയുള്ള ടേംസിൽ വന്നാൽ ഇറ്റ്സ് നൺ അതർ ദാൻ 0 അല്ലെ. സോ വി ക്രോസ് വി ഈക്വൽ ടു 0. അപ്പൊ ആ ടൈം അങ്ങ് പോയി. ഓക്കെ, ദെൻ ബാക്കി ആരേ ഉള്ളൂ? r ക്രോസ് f dl/dt ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ? dl/dt അല്ലെ, which is equal to r ക്രോസ് f എന്ന് കിട്ടി. r ക്രോസ് f ആരാ? ഇനിയിപ്പോ അത് ഓർമ്മ വന്നില്ലേ ഈ r ക്രോസ് f ആരാ? അപ്പൊ തന്നെ ആലോചിക്കണം മിസ് പറഞ്ഞത്. എഫ് ലീനിയർ മോഷനിലെ ഫോഴ്സ്, അതിന്റെ കൂടെ r വന്നിരിക്കുക. ഒരു ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്താ? അതിന്റെ റൊട്ടേഷണൽ അനലോഗ്. അത് ആരാ? ടോർക്ക് ടോ. കേട്ടോ? സോ r ക്രോസ് f ടോ ആയതുകൊണ്ട് തന്നെ dl/dt is equal to ടോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഹെൻസ് പ്രൂവ്ഡ് അല്ലേ. സോ ദിസ് ഇസ് ദ റിലേഷൻ കണക്ടിങ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ഈസി ആണോ? വെരി ഈസി അല്ലേ. ആൻഡ് നിങ്ങൾക്ക് എന്തായാലും മാർക്ക് മേടിച്ച് തരാൻ പോകുന്ന ഒരു ഡെറിവേഷൻ ആണ് ഇത് കേട്ടോ. അത് എന്തായാലും വരും. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? കഴിഞ്ഞു. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 3. ഈ പിക്ചർ, സെയിം പിക്ചർ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അന്ന് നിങ്ങൾ ഈ ദിവസവും ഈ വീഡിയോനെ കുറിച്ച് ഓർക്കും കേട്ടോ. സെയിം പിക്ചർ. ഓക്കെ, ലൈക്ക് ഇതെന്താ? നമ്മുടെ ആംഗുലർ മൊമെന്റം കൺസർവേഷന്റെ അപ്ലിക്കേഷൻ ആണ് ഇതെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലോർക്കണം കേട്ടോ. നമ്മുടെ ആംഗുലർ മൊമെന്റം കൺസർവേഷന്റെ അപ്ലിക്കേഷൻ ആണ് ഇതെന്ന് നമ്മൾ ആദ്യം തന്നെ ഓർക്കണം. സോ മിസ് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം അല്ലെ. ഒരു ഗേൾ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ്സ് ഓൺ എ സ്വിവൽ ചെയർ. ഓക്കെ, ഒരു ചെയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യാണ്. ആസ് ഷോൺ ബിലോ, നമ്മുടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കുട്ടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണോ കൈ ഇങ്ങനെ നിർത്തി പിടിച്ചിരിക്കുന്നത്? കൈ നീട്ടി പിടിച്ചിട്ടുണ്ടല്ലേ, കൈ ചുരുക്കി വെച്ചിട്ടില്ല, കൈ നീട്ടി പിടിച്ചിട്ടുണ്ടല്ലേ. വാട്ട് ഹാപ്പൻസ് ടു ഹെർ ആംഗുലർ സ്പീഡ്? അതിന് ആദ്യം ആരാണ് ആംഗുലർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്? ഇസ് നത്തിങ് ബട്ട് ദി ഒമേഗ when she stretches her arms. Okay, ആംസ് ഇങ്ങനെ നീട്ടി പിടിക്കുമ്പോൾ, സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ആംഗുലർ സ്പീഡിൽ എന്ത് മാറ്റമാണ് വരിക? ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ. 99% ഷുവർ ആണ്. അല്ലെങ്കിൽ ഇതിന്റെ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ, കുട്ടി തിരിയുന്നതിന് പകരം വേറെ ആരെങ്കിലും സ്പിൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് വരും. അവിടെ ഉറപ്പിച്ചോ, ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, വിച്ച് ഇസ് ദ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. കേട്ടോ, അത്രേ ഉള്ളൂ. സോ അതിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. അതിലേക്ക് മിസ് പോകുന്നതിന് മുമ്പ് തിടുക്കമായി പഠിപ്പിക്കാനെങ്കിൽ നമുക്ക് ഈ പാട്ടും കൂടി വായിക്കാം. നെയിം ആൻഡ് സ്റ്റേറ്റ് ദി കൺസർവേഷൻ ലോ അപ്ലൈഡ് ഫോർ യുവർ ജസ്റ്റിഫിക്കേഷൻ. ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച കൺസർവേഷൻ ലോ ഏത്? ഓൾറെഡി മിസ് പറഞ്ഞു, ഇറ്റ്സ് നൺ അതർ ദാൻ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അല്ലേ മക്കളെ? യെസ്. സോ മിസ് എന്ത് ചെയ്യാം? നമ്മുടെ ആംഗുലർ മൊമെന്റം എല്ലിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. കുഞ്ഞ് 2-3 ഇക്വേഷൻസ് അറിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. സോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് ആണ്. ആംഗുലർ മൊമെന്റം എൽ ഓൾവേസ് കൺസർവ്ഡ് ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇപ്പൊ എക്സ്റ്റേണൽ ടോർക്ക് 0 ആകുമ്പോൾ ദാറ്റ് ഇസ് കണ്ടീഷൻ അല്ലെ. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു dl/dt ആണെന്ന് അറിയാം. എൽ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? dl/dt 0 ആവണം. dl/dt ആരാ? ടോർക്ക്. സോ ടോർക്ക് 0 ആവുന്ന കണ്ടീഷനിൽ നമ്മുടെ ആംഗുലർ മൊമെന്റം കൺസർവ്ഡ് ആണ് എന്ന് പറയുന്നത് തന്നെയാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. സോ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതി വെച്ചാൽ പോരെ. സോ നമ്മുടെ എല്ല് കൺസർവ്ഡ് ആണ് കേട്ടോ.
അങ്ങനെയാണെങ്കിൽ മിസ് പറഞ്ഞു അല്ലെ, ഐ കൂടിയാൽ, ഐ ആര്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ കൂടിയാൽ നമ്മുടെ ഒമേഗ എന്ത് ചെയ്യണം? ഓക്കെ, നമ്മുടെ കൺസർവേഷൻ അനുസരിച്ച് എൽ കൺസേർവ്ഡ് ആയിരിക്കണം. സോ നീ കൂടാനാണ് തീരുമാനിച്ചതെങ്കിൽ ഞാൻ കുറഞ്ഞുകൊണ്ട് നമ്മുടെ വാല്യൂ കൺസേർവ്ഡ് ആയിട്ട് നിലനിർത്താം, ഒമേഗ കുറയും. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുമ്പോൾ ആംഗുലർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി കുറയണം. എന്തിനാ? നമ്മുടെ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഐക്ക് കുറയാനാണ് താല്പര്യം എന്ന് വിചാരിക്കും. ശരി, നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ കുറയാണെങ്കിൽ ഒമേഗ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? എൽ കൺസേർവ്ഡ് ആക്കി നിർത്തണം. അതിന് വേണ്ടിയിട്ട് ഒമേഗ അങ്ങ് കൂടും. കേട്ടോ? സോ ഇതാദ്യം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. ശരി, മിസ് ഇതെല്ലാം വായിക്കാം. സോ എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. കേട്ടോ? ഇനി നമുക്ക് അറിയേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് കുട്ടി നമ്മുടെ ആംസ് സ്ട്രെച്ച് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ അവിടെ എന്താ കൂടിയേ? നോർമൽ ഇരിക്കുന്നതിനേക്കാളും കൈ സ്ട്രെച്ച് ചെയ്തപ്പോ അവിടെ എന്താ കൂടിയേ? ദ റേഡിയസ്. ഈ സെന്ററിൽ കൂടെ ഒരു വര വരച്ചത് എന്തിനാ? ഭംഗിക്ക് വേണ്ടിയിട്ടല്ല. അത് ആ കുട്ടിയുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് റേഡിയസ് 6 അങ്ങ് കൂടുക. കറക്റ്റ്. സോ 6 കൂടുക. സോ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാല് നമ്മുടെ റൊട്ടേഷണൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 6. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐക്ക് ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ, ഐ ഇസ് ഈക്വൽ ടു എന്താ? mr². I is equal to mr². So r എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞേ? കൂടുന്നു. ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും. സോ mr². നമ്മുടെ ക്വസ്റ്റ്യനിൽ r കൂടുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ മനസ്സിലായത്? She stretches her arms. So r കൂടി. r കൂടിയാൽ i യും കൂടി. അപ്പൊ i കൂടിയപ്പോഴാണ് നമ്മൾ എന്താ ആലോചിക്കുന്നത്? ഓക്കെ, i കൂടാനാണ് തീരുമാനിച്ചതെങ്കിൽ ആംഗുലർ സ്പീഡ് ആയ ഒമേഗ കുറഞ്ഞുകൊണ്ട് നമ്മുടെ ആംഗുലർ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം പ്രൂവ് ചെയ്യും, ഐ മീൻ കീപ്പ് ചെയ്യും അല്ലെ. സോ ഐ കൂടിയ ഒരു കേസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഹാപ്പൻ ടു ഹെർ ആംഗുലർ സ്പീഡ് വെൻ ഷീ സ്ട്രെച്ചസ് ഹെർ ആംസ്. അല്ലെങ്കിൽ ഏതൊരു പൂച്ച ചാടുമ്പോൾ കൈ നീട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോ ഉറപ്പിക്കുക സ്ട്രെച്ചസ് ഹെർ ആംസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ 6 കൂടുന്നു. ഓട്ടോമാറ്റിക്കലി ഐ ഈക്വൽ ടു mr². ഡയറക്റ്റ് റിലേഷൻ ആ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുന്നു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയാൽ നമ്മുടെ ഒമേഗ അങ്ങ് താഴേക്ക് അല്ലെ. Yes, so omega കുറയുന്നു. സോ അതിന്റെ ആൻസർ കിട്ടിയല്ലോ. What happened to her angular speed? It will decrease. No doubt. കേട്ടോ? നമ്മുടെ ഡാൻസേഴ്സ് എന്തിനാ സ്പിൻ ചെയ്യുമ്പോൾ ഇടയ്ക്ക് കൈ ഇങ്ങനെ പിടിക്കുന്നു, ഇടയ്ക്ക് കൈ നീട്ടി പിടിക്കുന്നു. അവർക്ക് ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാൻ സ്പീഡ് കൂട്ടിയും കുറച്ചും ആ ഡാൻസിനെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടും ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അവരത് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ്സ് എ ട്രിക്ക് കേട്ടോ. എവറിത്തിങ് ഇസ് ഫിസിക്സ് അല്ലേ. ശരി, നെയിം ആൻഡ് സ്റ്റേറ്റ് ദി കൺസർവേഷൻ ലോ അപ്ലൈഡ് ഫോർ യുവർ ജസ്റ്റിഫിക്കേഷൻ. പറഞ്ഞു കഴിഞ്ഞു മിസ് ഓൾറെഡി അല്ലെ. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൂവ്മെന്റ് ആണ്. സോ ദ ആംഗുലർ സ്പീഡ് ഡിക്രീസസ്. കണ്ടോ? നിങ്ങൾ ഇങ്ങനെ വെറുതെ എഴുതി വെക്കുന്നത് പോരാതെ മിസ് പറഞ്ഞ പോലെ ഇക്വേഷൻ എഴുതി കൂടി ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഇനി ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൂവ്മെന്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ലോ ദ ആംഗുലർ മൂവ്മെന്റ് ഓഫ് എ ബോഡി ഈസ് കൺസർവ്ഡ്. Write the condition also. When external torque is 0, torque 0 ആവുമ്പോഴാണ് dl/dt 0 ആവുന്നത്. അപ്പോഴാണ് എൽ കോൺസ്റ്റന്റ് ആവുന്നത് അല്ലെ. സമയത്തിനനുസരിച്ച് ഒരു ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണല്ലോ dl/dt 0 ആയത്. സോ ആ ക്വാണ്ടിറ്റി എന്താ? കോൺസ്റ്റന്റ് ആണ്. സെറ്റ് അല്ലേ? ശരി, മിസ് മുന്നോട്ട് പോവാണ് കേട്ടോ മക്കളെ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫോർത്ത് വൺ, വാട്ട് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം? ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷണൽ അനലോഗ് എന്താ? ഇറ്റ്സ് ആംഗുലർ മൊമെന്റം അല്ലെ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു close or open a door by applying force at hinges. Why എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഡോറിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ ഹിഞ്ചസ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവില്ലേ. കൺസിഡർ ദിസ് ആസ് എ ഡോർ കേട്ടോ. ഇവിടെ ഒരു ഡോർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ ആ ഡോറിൽ ഇവിടെ നമുക്കൊരു പിടി ഉണ്ടായിരിക്കും, അല്ലെ ഒരു ഹാൻഡിൽ ഉണ്ടായിരിക്കും. നമ്മൾ ആ ഹാൻഡിലിനെ പിടിച്ചിട്ട് ആ ഡോർ തുറക്കുന്നതും വലിക്കുന്നതും. അല്ലാതെ ഈ ഹിഞ്ചസിനടുത്ത് അഥവാ ടൈറ്റ് ചെയ്തിരിക്കുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷന് അടുത്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല, പിടിച്ച് തള്ളില്ല, വാതിൽ തുറക്കില്ല അല്ലെ. സോ ആ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് വാതിൽ ഈസി ആയിട്ട് നമുക്ക് തുറക്കാൻ സാധിക്കും. കണ്ടോ? അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന കോൺസെപ്റ്റ് കണ്ടോ? ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് എങ്ങനെയാ അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് വരുന്നത്? റൊട്ടേഷണൽ ഫോഴ്സ് ആണല്ലേ. സോ ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന കോൺസെപ്റ്റ് ടോർക്ക് ആണ് കേട്ടോ. സോ യെസ്, നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് ടോർക്ക് ആണ് കേട്ടോ. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് ആണെങ്കിൽ അത് ടോർക്ക് ആണ്. സെറ്റ് അല്ലേ? ഇനി ടോർക്ക് ഡിപ്പെൻഡ്സ് ഓൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫിക്സ്
ഫിക്സഡ് പോയിന്റ് ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. നമുക്കറിയാം ടോർക്ക് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നു. മിസ്സിനെ അതിൽ പതുക്കേം തള്ളാം ഉറക്കേം തള്ളാം. സോ എത്ര ഫോഴ്സ് കൊടുക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ടോർക്ക് കൂടാനും കുറയാനും ഫോഴ്സ് കാരണമാവുന്നുണ്ട്. സോ ടോർക്കിന് ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ് ഫോഴ്സ് ഇട്ട, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, പിന്നെയോ മിസ് പറഞ്ഞു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ഫിക്സഡ് പോയിന്റ്. ഫിക്സഡ് പോയിന്റ് ഏതാ, വാതിലിന്റെ ഈ സൈഡ് ഫിക്സ്ഡ് അല്ലെ. ആ ഫിക്സഡ് പോയിന്റിനുള്ള ഡിസ്റ്റൻസ് കൂടും തോറും ടോർക്ക് കൂടി വരും. സോ ടോർക്ക് ആറിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ മിസ്, അവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതോ ചെരിഞ്ഞിട്ടാണോ? നമ്മൾ എങ്ങനെ വാതിൽ തുറക്കാൻ ഏറ്റവും ഈസി എങ്ങനെ 90 ഡിഗ്രിയിൽ ആ വാതിൽ തുറക്കുമ്പോഴാ അല്ലെ. അതും ഇമ്പോർട്ടന്റ് ആ. വൈ, അവര് തമ്മിലുള്ള ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും തമ്മിലുള്ള ആംഗിളും ഇമ്പോർട്ടന്റ് ആണ്. അതിനാണ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് വിളിച്ചിട്ടുള്ളത്, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് വിളിച്ചിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡന്റ് ആണ് ടോർക്ക്. ഓക്കെ, സോ നമ്മുടെ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതുന്നു. നമുക്കറിയാം ഈ ഇക്വേഷൻ. Then when we apply force at hinges, നമ്മൾ hinges എന്ന് പറഞ്ഞാൽ എവിടെയായി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്താണ് hinges ഉണ്ടാവുക. സോ അവിടെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആർ എത്രയാ, 0 ഇവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ യെസ് ദർ ഇസ് എ വാല്യൂ ഫോർ ആർ അല്ലേ. പകരം ഇവിടെ എന്നെ അപ്ലൈ ചെയ്യുന്നെങ്കിലോ ഡിസ്റ്റൻസ് ഇല്ല, ഫിക്സ്ഡ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയ ആർ 0. സോ ആർ 0 ആണെങ്കിൽ ടോർക്ക് എന്താ, 0. സോ ഇതൊരിക്കലും റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യില്ല കേട്ടോ. ഇനി റൊട്ടേഷൻ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം എന്നാണെങ്കിൽ ഇറ്റ്സ് ആംഗുലർ മൊമെന്റം എന്നാണ് ആൻസർ. റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് എന്നാണെങ്കിൽ ടോർക്ക് ആണ് ആൻസർ കേട്ടോ. ഓക്കെ, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. യെസ്, മിസ് മുന്നോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5 മക്കളെ, ഇതിൽ കുറച്ച് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, സെറ്റിലെ യെസ്, ആംഗുലർ സ്പീഡ് ഡിക്രീസസ് ബിക്കോസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇൻക്രീസസ്. യെസ്, നമ്മുടെ ഉത്തരങ്ങൾ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, ഫൈൻഡ് ദ ടോർക്ക് ഓഫ് എ ഫോഴ്സ്. ഓക്കെ, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ ഒരു വെക്റ്റർ ഇക്വേഷൻ ഫോമിൽ തന്നിരിക്കുകയാണ്. 7i + 3j - 5k. ഈ ഐയും ജെയും കെ ഒക്കെ ആരാ, നമുക്ക് എല്ലാവർക്കും അറിയാം. യൂണിറ്റ് വെക്ടേഴ്സ് എലോങ് എക്സ് വൈ ആൻഡ് z ആക്സിസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അബൌട്ട് ദി ഒറിജിൻ തന്നിട്ടുണ്ട്. ശരി, ടോർക്ക് ഫോഴ്സ് അപ്ലൈ ലൈക് ഫോഴ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടോർക്കിനെയാണ്. ശരി, കണ്ടുപിടിക്കാം. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. എഫിന്റെ വെക്ടർ ഇക്വേഷൻ തന്നു, ആറിന്റെയും കൂടെ തരണ്ടേ. അപ്പോഴാണ് നോക്കുമ്പോൾ the force act on a particle whose position vector is I - j + k. പൊസിഷൻ വെക്ടറും തന്നു. ഓക്കെ, അപ്പൊ ആറും തന്നിട്ടുണ്ട്, എഫും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടോർക്ക് ആണ്. സോ നിങ്ങൾക്കറിയാം ടോർക്ക് കിട്ടണമെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക? ഓക്കെ, സോ ഇവിടെ മാത്തമാറ്റിക്സിലെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, എന്താ ഉപയോഗിക്കേണ്ടത്? മാത്തമാറ്റിക്സിലെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ അത് ഹയർ ലെവലിലൊന്നും നിങ്ങൾ പഠിക്കേണ്ട, പക്ഷെ ഈ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള ലെവല് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. സോ കാരണം ടോർക്ക് ടോ കാണാനുള്ള ഇക്വേഷൻ ആർ ക്രോസ് എഫ് ആണ്. നിങ്ങൾ ഓൾറെഡി വെക്ടേഴ്സിനൊക്കെ ഡീൽ ചെയ്യാൻ പഠിച്ച മക്കളാണ്. സോ ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആവും. സോ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. സോ വെക്ടർ ആറിനെയും വെക്ടർ എഫിനെയും തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് കാണും. ശരി, സോ വെക്ടർ ആർ എന്താ, I - j + k ആണ്. നിങ്ങൾ എഫ് ക്രോസ് ആയി ആർ ഇടരുത് കേട്ടോ, നിങ്ങളുടെ തെറ്റും. ക്രോസ് പ്രൊഡക്റ്റ് ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മിസ് പഠിച്ചിട്ടുണ്ടല്ലോ, കമ്മ്യൂട്ടേറ്റീവ് അല്ല. A.B മേ ബി B.A ആയിരിക്കാം, ബട്ട് A ക്രോസ് B ഒരിക്കലും B ക്രോസ് A അല്ല. സോ കണ്ടോ, ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു. നമ്മൾ എടുക്കുന്ന ഓർഡർ മാറാൻ പാടില്ല. സോ ടോർക്ക് ആർ ക്രോസ് എഫ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യം ആറിന്റെ വെക്ടർ എഴുതണം, പിന്നെ എഫിന്റെ വെക്ടർ എഴുതണം. സൈനും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. സോ അത് എഴുതി വെച്ചു കേട്ടോ. ഇനി നമ്മൾ ടോർക്ക് ടോ കാണാൻ പോവാണ്. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യും? വെക്ടർ പ്രൊഡക്റ്റ് സോൾവ് ചെയ്യാനാണ് ഡിറ്റർമിനൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈൻ ആണ് കേട്ടോ, രണ്ട് വര പോലത്തെ സൈനിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പെറുക്കി എഴുതാൻ പോവാണ്. ആദ്യം നിങ്ങൾ എന്ത് എഴുതണം, ആദ്യം ഈ ഡിറ്റർമിനന്റിന്റെ ഈ രണ്ട് വര സിമ്പിൾ ഇടണം. ഓക്കെ, അതിനുശേഷം നമ്മൾ പെറുക്കി എഴുതേണ്ടത് ആരൊക്കെയാ, ഇങ്ങനെ I, J, K എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടേഴ്സിനെ എന്ത് ചെയ്തു, 3 ആയിട്ട് എഴുതി കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആർ ക്രോസ് എഫ് അല്ലേ കാണേണ്ടത്. സോ ആദ്യം ആറിനെ പിടിക്കണം. ആറിന്റെ ഐയുടെ കോഎഫിഷ്യന്റ്, ജെയുടെ കോഎഫിഷ്യന്റ്, കെയുടെ കോഎഫിഷ്യന്റ് അവരെ പിടിച്ചിട്ട് ഐയുടെയും ജെയുടെയും കെയുടെയും താഴെ എഴുതണം. സോ ഐയുടെ കോഎഫിഷ്യന്റ് ആരാ, 1. കണ്ടോ, 1. ജെയുടെ കോഎഫിഷ്യന്റ് ആരാ, 1 ആണെന്ന് വിചാരിക്കരുത്, there is a minus sign, so -1. കണ്ടോ, കെയുടെ കോഎഫിഷ്യന്റ് ആരാ, 1.
പിടികിട്ടിയോ? പ്രൊസീജിയർ കിട്ടിയോ? അപ്പൊ IJK സെറ്റ് ആയി, നമ്മുടെ വെക്ടർ ആറിന്റെയും കോഎഫിഷ്യൻസും സെറ്റ് ആയി. ഇനി ബാക്കി ആരാ? R ക്രോസ് F. എഫിന്റെ കോഎഫിഷ്യൻസ് IJK യുടെ കോഎഫിഷ്യൻസ് പിടിച്ച് എഴുതിക്കോ. 7, 3 ആൻഡ് വെറും 5 ആണ്. അല്ല, ഇറ്റ്സ് -5. കണ്ടോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് മിസ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. റെഡി? ഓൾ സെറ്റ്. ഇനിയാണ് കുഞ്ഞൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ ഇതിന് 3 ടേംസ് വരും. ഒന്ന് I കമ്പോണന്റ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഒരു ടേം വരും. I ഇൻറ്റു നടുവിൽ ഏത് സൈൻ വരും? പ്ലസ്. മറക്കരുത് കേട്ടോ, പ്ലസ്. ഇനി എന്ത് വരും? നമ്മുടെ J ഇൻറ്റു അതുപോലെ തന്നെ K ഇൻറ്റു. ഇങ്ങനെ 3 ടേംസ് ആണ് വരിക. ഓക്കെ, സെറ്റ് അല്ലേ? സോ ഇനി അതിന്റെ ഉള്ളിൽ ആരെ എഴുതണം അല്ലെ? അതല്ലേ അടുത്ത കൺഫ്യൂഷൻ. ശരി, I ഇൻറ്റുവിന്റെ ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഉള്ളിൽ എഴുതേണ്ട ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹായ് റിമൻ മിസ് ഹലോ കാണുന്നുണ്ട് കേട്ടോ. ശരി, ഐയുടെ ഉള്ളിൽ എഴുതേണ്ട, I ഇൻറ്റുവിന്റെ ഉള്ളിൽ എഴുതേണ്ട, ബ്രാക്കറ്റിൽ എഴുതേണ്ട സാധനങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? I ഉൾപ്പെട്ട റോയും കോളവും ഒഴിവാക്കണം. ഫൈൻ. I ഉള്ള റോയും കോളവും ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. എന്തെടുക്കണം? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. ഓക്കെ, നടുവിൽ ഏത് സൈൻ ഇടണം? നമുക്ക് നോക്കാം. മൈനസ് സൈൻ ഇടണം. സോ യെസ്, നമുക്ക് കണ്ടുപിടിക്കാം. I ഉള്ള റോയും കോളവും കട്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? -1 ഇൻറ്റു -5. കണ്ടോ? -1 ഇൻറ്റു -5 ഫസ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് കിട്ടിയിട്ടാ. നടുവിൽ മൈനസ് സൈൻ, മൈനസ് ഈ ക്രോസ് പ്രൊഡക്റ്റ് 1 ഇൻറ്റു 3. പിടികിട്ടിയോ? ഇൻറ്റു I. കണ്ടോ? I ഇൻറ്റു ടേം സെറ്റ്. അപ്പൊ ഇനി J ഉള്ള റോയും കോളവും ഒഴിവാക്കിയിട്ട് അടുത്ത ടേം കിട്ടില്ലേ? J ഉള്ള റോയും കോളും ഇങ്ങനെ അങ്ങ് വെട്ടിക്കോ. അത് മനസ്സിൽ വെട്ടിയാൽ മതി, ആൻസർ ഷീറ്റിൽ വെട്ടണ്ട കേട്ടോ. സോ 1 ഇൻറ്റു -5 മൈനസ്, കണ്ടോ? 1 ഇൻറ്റു -5 മൈനസ് 1 ഇൻറ്റു 7. കണ്ടോ? സെറ്റ് അല്ലേ? ഇനി നമ്മുടെ ഐയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഐയുടെ ബ്രാക്കറ്റിലുള്ള ടേംസ് എഴുതുമ്പോൾ സൈൻ പോസിറ്റീവ് ആയിരുന്നു, പ്ലസ് അല്ലേ? അത് പോസിറ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ജെയുടെ മുമ്പിൽ നിങ്ങൾ മൈനസ് സൈൻ ആണ് ഇടേണ്ടത് കേട്ടോ. പിന്നെ വീണ്ടും കെയിലേക്ക് എത്തുമ്പോൾ നടുവിലെ സൈൻ പ്ലസ് ആവും. എന്താണ് മിസ്സേ? മാത്തമാറ്റിക്സ്. മിസ്സിന് ഒന്നും ചെയ്യാനില്ല, ഇറ്റ്സ് പ്യുവർ മാത്തമാറ്റിക്സ് കേട്ടോ. സോ കിട്ടിയല്ലോ. ഐയുടെ മുമ്പിൽ നമ്മൾ പ്ലസ്, സോ ജെയുടെ മുമ്പിൽ മൈനസ് ആണ് ഇടേണ്ടത്, അഡീഷൻ അല്ല. ദെൻ കെയുടെ മുമ്പിൽ, അതായത് ഇങ്ങനെ ഐയുടെ ഉള്ളിലുള്ള ടേംസ് മൈനസ് ജെ ഉള്ളിലെ ടേംസ് പ്ലസ് കെ ഉള്ളിലെ ടേംസ്. പിടികിട്ടിയോ? ഇതാണ് മോഡൽ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് റെപ്രസെന്റ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ ചോദിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. സോ യെസ്, അതും കിട്ടി. നമുക്ക് കെയുടെ കൂടെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. കെയുടെ താഴേക്കുള്ള റോയും കോളും അങ്ങ് കട്ട് ചെയ്തു. സെറ്റ് അല്ലേ? പിന്നെ ക്രോസ് പ്രൊഡക്റ്റ് തുടങ്ങിക്കോ. 1 ഇൻറ്റു 3 കറക്റ്റ് ആണല്ലോ. -7 ഇൻറ്റു -1, 7 ഇൻറ്റു -1, 1 ഇൻറ്റു 3 -7 ഇൻറ്റു -1 എന്ന് വരും കേട്ടോ. സെറ്റ് അല്ലേ? ശരി, അപ്പൊ നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? -7 ഇൻറ്റു -1 എന്ന് കിട്ടും. സോ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഫൈനൽ ആൻസർ കിട്ടുന്നത് ടോർക്ക് ടോ ഒരു വെക്ടർ ഫോമിൽ തന്നെ ആയിരിക്കും കേട്ടോ. അതെല്ലാം ചെയ്യുമ്പോൾ ഐയുടെ കൂടെയുള്ള ആൾക്കാരെ ഫുള്ള് കൂട്ടാനാണോ കുറയ്ക്കാനാണോ ഉള്ളത് അതൊക്കെ നോക്കുക. ജെയുടെ കൂടെ നോക്കുക, കെയുടെ കൂടെ നോക്കുക കേട്ടോ. സോ അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വെക്ടർ ഫോമിൽ ഒരു ഇക്വേഷൻ കിട്ടും. അതാണ് ടോർക്കിന്റെ ഇക്വേഷൻ. ജസ്റ്റ് ആഡ് ചെയ്ത് മൈനസ് ചെയ്യേണ്ട സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. IJK കൂടെ തന്നെ ഉണ്ടാവും, മറക്കരുത് കേട്ടോ. ശരി, മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. ആകെ 2 ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. 7 ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് അടുത്ത് പോകുന്നത്. The angular speed of a rotating body changes from ω1 to ω2 without applying an external torque. But due to change in moment of inertia, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. The angular speed of a rotating body changes from ω1 to ω2 without applying an external torque, but due to change in moment of inertia. Moment of inertia ലുള്ള ചേഞ്ച് കാരണം ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ ആംഗുലർ സ്പീഡ് ω1 നിന്ന് ω2 മാറി. ബട്ട് വിത്തൗട്ട് അപ്ലൈങ് ആൻ എക്സ്റ്റേണൽ ടോർക്ക്. നിങ്ങൾ വിചാരിക്കും എന്തിനപ്പോ അതൊക്കെ? ω1 നിന്ന് ω2 ചേഞ്ച് ചെയ്തു മാത്രം മനസ്സിലായ പോരെ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, അത്ര പോരെ? നോ, അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. വിത്തൗട്ട് അപ്ലൈങ് ആൻ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ടോർക്കിന്റെ വാല്യൂ എത്രയാ? ടോർക്ക് ടോ 0 ആണ്. ഓക്കെ, ടോർക്ക് ടോ 0 ആണ് വിത്തൗട്ട് അപ്ലൈങ് ആൻ എക്സ്റ്റേണൽ ടോർക്ക്. അതറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഫൈൻഡ് ദി റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻ ദി 2 കേസസ്. റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? കെ.
സോ അതിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ K1/K2 കണ്ടുപിടിക്കാന്നാണ് ക്വസ്റ്റ്യൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം മക്കളെ. കാണുമ്പോൾ ഭയങ്കര ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. ആകെ 4 സ്റ്റെപ്പേ ഉള്ളൂ. സോ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, എന്തുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിൽ നിന്ന് തുടങ്ങി? തന്നിട്ടുണ്ട് എക്സ്റ്റേണൽ ടോർക്ക് 0 ആണ്. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ dl/dt 0 ആണ്, L കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ അപ്ലൈ ദ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അല്ലേ. സോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അനുസരിച്ച് L is equal to I omega ആണ്. L is equal to I omega ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ we can write I1 omega 1 is equal to I2 omega 2 അല്ലേ. So I omega constant ആണെങ്കിൽ we can write I1 omega 1 is equal to I2 omega 2. അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇവിടെ എവിടെയെങ്കിലും റേഡിയസ് ഓഫ് ഗൈറേഷൻ കൊണ്ടുവരണല്ലോ. സോ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ അറിയണം. I is equal to mk square. I is equal to mk square ആണ്. ഇതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യനും റേഡിയസ് ഓഫ് ഗൈറേഷനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ അല്ല, ഐനെയും കെനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ. സോ ഐക്ക് നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? mk square എന്ന് കൊടുക്കാൻ പോവാണ്. സോ നോക്കൂ, mk1 square omega 1 is equal to mk2 square omega 2. ഓക്കെ, ഒരൊറ്റ ബോഡിയാ. സോ മാസിൽ ചേഞ്ച് ഇല്ല, അതുകൊണ്ട് മാസ് m1 m2 എന്ന് കൊടുക്കല്ലേ. ഓക്കെ, m അതിന്റെ omega 1 ചേഞ്ച് ചെയ്തു, omega 2ലേക്ക് ചേഞ്ച് ചെയ്തു, റേഡിയസ് ഓഫ് ഗൈറേഷനും ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് k1 omega 1 k2 omega 2 അങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യും. പക്ഷെ മാസിന് m1 m2 എന്ന് കൊടുക്കരുത്. വൈ? സെയിം ഒബ്ജക്റ്റ് ആണ്. സോ മാസ് ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ. സെറ്റ് അല്ലേ? സോ ഇനി മിസ്സിന് എന്താ കണ്ടുപിടിക്കേണ്ടത്? K1/K2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ K1നും K2നും ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. സോ സ്ക്വയർ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. K1 square/K2 square is equal to omega 2/omega 1 അല്ലേ. K1ന്റെ അടുത്തേക്ക് K2നെ കൊണ്ടുപോയി. സോ omega 1നെ omega 2ന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയി omega 2/omega 1 എന്ന് കിട്ടി. Therefore K1/K2 is equal to സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ, സ്ക്വയർ റൂട്ട് ഓഫ് omega 2/omega 1. This is nothing but the ratio between the radius of gyration. കണ്ടോ, റേഡിയസ് ഓഫ് ഗൈറേഷന്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചത്. അത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. omega 2/omega 1 ചെയ്ത് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഇത്രേ ചെയ്യാനുള്ളൂ, ഇത്രേ എഴുതാനുള്ളൂ. സോ ദിസ് ഇസ് ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻ ദി 2 കേസസ്. കണ്ടോ, വെരി ഈസി അല്ലേ. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. വെരി ഈസി and very important. Derive the expression for kinetic energy of a rotating body. ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. So what are the analogues of mass and force in rotational motion? നമ്മുടെ rotational motion, linear motion നിന്ന് rotational motionലേക്ക് വരുമ്പോൾ what is the analog എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാസിന്റെ റൊട്ടേഷൻ അനലോഗ് ആരാ? മിസ് പറഞ്ഞിട്ടുണ്ട്, മാസിന്റെ കൂടെ റേഡിയസും കൂടെ വരണം. സോ ഒരു സ്ക്വയറും കൂടെ വരും. സോ I അല്ലെ, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. ലീനിയർ മോഷനിൽ മാസ് ആണെങ്കിൽ റൊട്ടേഷണൽ മോഷനിൽ ഇറ്റ്സ് നൺ അതർ ദാൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ഇനി ഫോഴ്സിന്റെ റൊട്ടേഷണൽ മോഷനിലെ അനലോഗ് ആരാ? R ക്രോസ് F അല്ലേ. സോ ഇറ്റ്സ് നത്തിങ് ബട്ട് ദി ടോർക്ക് അല്ലെ. ഇനി ലീനിയർ മൊമെന്റത്തിന് ചോദിച്ചാൽ ആംഗുലാർ മൊമെന്റം അല്ലെ. ലീനിയർ വെലോസിറ്റിയുടെ ചോദിച്ചാൽ ആംഗുലാർ വെലോസിറ്റി. അതൊക്കെ ഈസിയാണ്, ആംഗുലാർ എന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. സോ ഇങ്ങനത്തെ കേസസും പഠിച്ചു വെക്കാം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദീസ് ആർ ദി റൊട്ടേഷൻ അനലോഗ്സ് ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ടോർക്ക്. ഇനി എങ്ങനെ കണ്ടുപിടിക്കും ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ? ഇവിടെ ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കാം, അതിൽ കൂടെ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്താ പാസ് ചെയ്യുന്നുണ്ട്. ഒരു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആക്സിസ് പാസ് ചെയ്യുന്നുണ്ട്. ആ ആക്സിസിന് അബൌട്ട് നമ്മുടെ ബോഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഇത് O എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെന്ന് വിചാരിച്ചോ. ഇവിടെ M എന്ന് പറയുന്ന ഒരു മാസിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അവിടേക്കുള്ള ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ഫിക്സ്ഡ് ആക്സിസ് R അല്ലെ. സോ ഇങ്ങനെ ആ ബോഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അബൌട്ട് ആൻ ആക്സിസ്. ജസ്റ്റ് ഒരു ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മുടെ ആംഗുലാർ വെലോസിറ്റി എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷനും തുടങ്ങണം? ലീനിയർ വെലോസിറ്റി V is equal to R omega എന്ന് നമ്മൾ എഴുതി വെക്കുന്നു. ആൻഡ് നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് mv സ്ക്വയർ. മിസ് എങ്ങനെ അതിൽ നിന്ന് തുടങ്ങി? നമ്മൾ ഡിറൈവ് ചെയ്യാൻ പറയുന്നത് റൊട്ടേഷണൽ ബോഡിയുടെ കൈനറ്റിക് എനർജി. സോ നമുക്ക് ലീനിയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലീനിയർ കൈനറ്റിക് എനർജി നമുക്ക് എല്ലാവർക്കും കാണാപ്പാട് അറിയാലോ. ഇറ്റ്സ് ഹാഫ് mv സ്ക്വയർ. അതിൽ വിക്ക് കൊണ്ടുപോയി R omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ പതുക്കെ നമ്മൾ എന്ത് ചെയ്തെടുക്കാണ്? നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. ലീനിയറിൽ നിന്ന് റൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാണ്. സോ ഹാഫ് m വിക്ക് പകരം R omega ഹോൾ സ്ക്വയർ ഇടാൻ മറക്കരുത്. ഒമേഗയ്ക്ക് മാത്രം സ്ക്വയർ കൊടുത്താൽ തെറ്റും. സോ R omega ഹോൾ സ്ക്വയർ. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് m
ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. അപ്പോഴാണ് നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞത്, ഈ ഇക്വേഷനിൽ ഒരു എം ആർ സ്ക്വയർ വരുന്നുണ്ട്. ആരാ? മാസിന്റെ റൊട്ടേഷണൽ അനലോഗ്. ആരാത്? നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ ഹാഫ് I omega square. This is the equation for kinetic energy of a rotating body. Half I omega square. ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയും കൂടി ഉണ്ട്. ഇത് ഡിറൈവ് ചെയ്യണം ഫോർ ഷുവർ. ഈ സ്റ്റെപ്സ് എഴുതി ഡിറൈവ് ചെയ്യണം. ആകെ 2 സ്റ്റെപ്പേ ഉള്ളൂ. ആൻഡ് ഇക്വേഷൻ കറക്റ്റ് ആണോ അറിയാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ട്. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനെ റൊട്ടേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ മാസിന്റെ റൊട്ടേഷൻ അനലോഗ് ആരാ? ഹാഫിന്റെ ഹാഫ് തന്നെ കോൺസ്റ്റന്റ് അല്ലേ? എമ്മിന്റെ ഐ, വിയുടെ ഒമേഗ. വി ലീനിയർ വെലോസിറ്റി, ഒമേഗ ആംഗുലർ വെലോസിറ്റി, അതിനൊരു സ്ക്വയർ. സോ ഹാഫ് എം വി സ്ക്വയർ വിൽ ബി കൺവേർട്ടഡ് ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. കേട്ടോ? ഓക്കെ. സോ അത്രയും നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? നമുക്ക് വെറും ഒരു 6 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? 7 ക്വസ്റ്റ്യൻസ് അല്ലേ ഈ ചാപ്റ്ററിൽ നിന്ന് സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതുള്ളൂ. ഒബ്വിയസ്ലി ബാക്കി പോർഷൻസ് ഉണ്ട്, എന്നാൽ ഈ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിന്റെ വേറെ രീതിയിൽ മാറ്റി ഇച്ചിരി മാറ്റിയൊക്കെ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസ്, 7 ക്വസ്റ്റ്യൻസ് ഈ 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാതെ പോകരുത്. സോ ബാക്കി ചാപ്റ്റേഴ്സിന്റെ കൂടെ, ഓണപരീക്ഷയ്ക്ക് മുമ്പുള്ള ചാപ്റ്റേഴ്സിന്റെ കൂടെ എന്ത് ചെയ്യാം, ആഫ്റ്റർ ക്ലാസ്സസ് ഒക്കെ ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. സോ യെസ് മക്കളെ, അതുവരെ സെറ്റ് ആയിട്ടിരിക്കാം. താങ്ക് യു.